ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയം ഡെയിലി മന്നയിലേക്ക് എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. പ്രാർത്ഥിച്ചിട്ടും ഒന്നും മാറാത്തതുപോലെ തോന്നുന്ന ദിവസം, വാതിലുകൾ തുറക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ദിവസങ്ങൾ, കാത്തിരിപ്പുകൾ നീളുന്നത് പോലെ തോന്നാം. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത്തരം സമയങ്ങളിൽ ശത്രു നമ്മുടെ മനസ്സിലൊരു ചിന്ത വിതയ്ക്കും: ദൈവം നിന്നെ മറന്നുപോയി. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 8-ൽ പൗലോസ് നമ്മെ മറ്റൊരു സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദൈവം പലപ്പോഴും നിശബ്ദനാണെങ്കിലും ഒരിക്കലും നിഷ്ക്രിയനല്ല. എന്ന് വെച്ചാൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നില്ല എന്നതാണ് അർത്ഥം. അവൻ സംസാരിക്കാത്ത ദിവസങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോമർ 8-ന്റെ ഈ പശ്ചാത്തലം ഒരു വിജയത്തിന്റെ ഗീതമാണ്. എന്നാൽ ആ വിജയഗീതം തുടങ്ങുന്നത് ഒരു സുഖജീവിതത്തിൽ നിന്നല്ല. ഒരു ആത്മാവിന്റെ പോരാട്ടം അവിടെ കാണാം. ശരീരത്തിന്റെ ബലഹീനത അവിടെ കാണാൻ കഴിയും. സൃഷ്ടിയുടെ നെടുവീർപ്പ് അവിടെ കാണാൻ കഴിയും. ഒരു വിശ്വാസികളുടെ കാത്തിരിപ്പിനെ അവിടെ കാണാൻ കഴിയും. പ്രാർത്ഥിക്കാൻ അറിയാത്ത ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ നമുക്കവിടെ കാണാൻ കഴിയും. ഇതെല്ലാം പറഞ്ഞ ശേഷമാണ് പൗലോസ് ഈ മഹത്തായ ഉറപ്പിലേക്ക് കൊണ്ടെത്തുന്നത്. കാരണം ക്രിസ്തീയ ജീവിതം ചോദ്യങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. ചോദ്യങ്ങൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ ഈ വാക്യത്തിനകത്ത് സകലവും എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വചനത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് സകലവും എന്ന വാക്കാണ്. അതിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്ത ദിവസങ്ങൾ ഉണ്ടായിരിക്കാം, നേടിയ വിജയങ്ങൾ ഉണ്ടായിരിക്കാം, ആരും കാണാത്ത കണ്ണുനീരുകൾ ഉണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ആരും മനസ്സിലാക്കാത്ത നിങ്ങളുടെ കാത്തിരിപ്പുകൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടായിരിക്കാം. ഇതിന്റെയൊക്കെ അർത്ഥം ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതായിരുന്നു എന്നതല്ല. പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ എത്തിയതൊന്നും ലക്ഷ്യമില്ലാതെയല്ല എത്തിയിട്ടുള്ളത്. ഒരു ശില്പി ഒരു വലിയ പാറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ശില്പി തന്റെ കയ്യിൽ നിന്നും ഒരു ചുറ്റികയും ഉളിയും എടുത്ത് അതിനെ അടിക്കുവാൻ തുടങ്ങും. ഓരോ അടിയും കണ്ടു നിൽക്കുന്നവർക്ക് അത് ഒരുപക്ഷെ ക്രൂരമായി തോന്നാമെങ്കിലും ആ അടി എന്തിനാണ്? ശില്പി ആ കല്ല് നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രൂപത്തെ പുറത്തു കൊണ്ടുവരുവാനാണ് ആ ശില്പി ആ കല്ലിൽ അടിക്കുന്നത്. ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില അടികൾ അത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മിൽ അവൻ കാണാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ രൂപം വെളിപ്പെടുത്തുവാനാണ് പലപ്പോഴും നമ്മളെ ശിക്ഷിക്കാറുള്ളത്, പലപ്പോഴും നമ്മളെ അടിക്കാറുള്ളത്. ലാസറിനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. ലാസർ രോഗിയായി എന്ന വാർത്ത യേശുവിന്റെ അടുത്തെത്തിയപ്പോൾ യേശു ഉടനെ പുറപ്പെട്ടില്ല അവിടുന്ന്. അവനവിടെ താമസിച്ചു. ആ ഒരു താമസം കണ്ടവർക്ക് വളരെ അസഹനീയമായിരുന്നു. മറിയയ്ക്കും മാർത്തയ്ക്കും അതൊരു മൗനമായിരുന്നു. ജനങ്ങൾക്കൊരു പ്രത്യാശയുടെ അവസാനമായി കണ്ടുവെങ്കിലും യേശുവിന് അത് മഹത്വത്തിന്റെ തുടക്കമായിരുന്നു. മനുഷ്യർ പറഞ്ഞത് അവിടെ വൈകിപ്പോയി, എന്നാൽ ദൈവം പറഞ്ഞത് സമയം പൂർണ്ണമായി എന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു എന്നതാണ്. ദൈവത്തിന്റെ കലണ്ടർ എന്ന് പറയുന്നത് മനുഷ്യന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മൗനം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് മറുപടികൾ കിട്ടുന്നില്ലായിരിക്കാം, നിങ്ങൾ വിതച്ചത് മുളയ്ക്കുന്നില്ലായിരിക്കാം, വാഗ്ദത്തങ്ങൾ അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്: ദൈവം പ്രവർത്തിക്കുമ്പോൾ എല്ലാ ശബ്ദവും കേൾക്കണമെന്നില്ല. അതായത് ഒരു വിത്ത് മണ്ണിനിടയിൽ പ്രവർത്തിക്കുന്നത് ആരും കാണാറുമില്ല, കേൾക്കാറുമില്ല. പക്ഷേ അതിന്റെ സമയമാകുമ്പോൾ അത് മണ്ണ് പൊട്ടിച്ച് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇന്ന് നിങ്ങൾ ഒന്നും കാണുന്നില്ല എന്നതുകൊണ്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥമില്ല. അവൻ വേരുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇന്ന് ഈ സമയം പറയും. കാണാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപക്ഷെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം, നിങ്ങളുടെ വിശ്വാസത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. ദൈവം ചെയ്യുന്ന ജോലി പൂർത്തിയാകുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ നോക്കി നിന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിലവാരത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. പ്രിയരെ, ദൈവത്തിന്റെ പ്രവർത്തനം മനസ്സിലായാൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കാത്തപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ നിരാശപ്പെടേണ്ട. ദൈവം ഒരുപക്ഷെ മൗനമായിട്ടായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നത്, പക്ഷേ അവൻ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സത്യം
നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ പ്രവൃത്തി പൂർത്തിയാകുന്നത് വരെ അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. അതുകൊണ്ട് കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ സമയത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ജയത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും ഇന്ന് ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.